മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നു, ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു, അന്ത്യത്തിൽ മരിക്കുന്നു. മരണസമയം അവൻ എവിടേക്കാണ് പോകുന്നത്? നീതിമാനും നീതികെട്ടവനും മൃതിയടയുന്നു. മരണശേഷം അവരുടെ ആത്മാവിന്റെ അവസ്ഥ എന്താണ്? ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ആധികാരികമായ മറുപടി നൽകുവാൻ മനുഷ്യന് കഴിയുകയില്ല. എന്നാൽ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ അറിയുന്നവനായ ദൈവം ഈ ചോദ്യങ്ങളുടെ മറുപടി തന്റെ വചനത്തിൽ നൽകിയിരിക്കുന്നു. ഒന്നിലധികം സ്വർഗങ്ങളുണ്ടെന്നാണ് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നത്. 3 സ്വർഗങ്ങളുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നു. 3-ാം സ്വർഗത്തിൽ ഒരു പറുദീസ ഉണ്ടെന്നും താൻ ആത്മാവിൽ അവിടേക്ക് എടുക്കപ്പെട്ടെന്നും തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 സ്വർഗങ്ങൾ യഥാക്രമം മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, ദൈവം അധിവസിക്കുന്ന സ്വർഗാദി സ്വർഗം എന്നിവയാണെന്ന് യേശയ്യാവ് 14:13-14 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദിമ മനുഷ്യനായ ആദാമിനെ ആക്കിയ ഭൂമിയിലെ പറുദീസ സ്വർഗീയ പറുദീസയുടെ ഒരു നിഴലായിരുന്നു. പാപത്താൽ ഏദൻ പറുദീസ മനുഷ്യന് നഷ്ടപ്പെടുകയും അവന് എതിരായി പറുദീസയുടെ വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ മശീഹ വന്ന് പാപപരിഹാരം വരുത്തി പറുദീസയുടെ കവാടം തുറക്കുന്നതുവരെ മരിച്ചു പോകുന്നവരുടെ ആത്മാക്കൾ വിശ്രമിപ്പാൻ ഭൂമിയുടെ അധോഭാഗത്ത് ഒരു താൽക്കാലിക പറുദീസ ദൈവം ഒരുക്കുകയുണ്ടായി. പഴയ നിയമകാലത്ത് മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഈ സ്ഥലത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രസ്തുത സ്ഥലത്തെ പാതാളം എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദുഷ്ടന്മാരും നീതിമാന്മാരും ഒരേ സ്ഥലത്തേക്കാണോ പോകുന്നതെന്ന സംശയം ഉണ്ടാകാം. ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് ഇരുകൂട്ടരും പോവുകയില്ല. ആകയാൽ മുകളിലത്തെ പാതാളം, ഏറ്റവും താഴെയറ്റത്തുള്ള പാതാളം, മധ്യപാതാളം എന്നീ 3 ഭാഗങ്ങൾ പാതാളത്തിനുണ്ടെന്ന് മനസ്സിലാക്കാം. ദുഷ്ടന്മാരാണ് ഏറ്റവും താഴെയറ്റത്തുള്ള പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മുകളിലത്തെ പാതാളത്തിലേക്കും ദുഷ്ടന്മാരുടെ ആത്മാക്കൾ താഴെ അറ്റത്തുള്ള പാതാളത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടുകൂടെ പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗീയ പറുദീസയിലേക്ക് മാറ്റപ്പെട്ടു. ആകയാൽ അതിനുശേഷം മരിക്കുന്ന വിശ്വാസിയുടെ ആത്മാക്കൾ പാതാളത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് നിദ്ര പ്രാപിക്കുന്നവരുടെ ആത്മാക്കൾ ക്രിസ്തുവിനോട് കൂടെ വിശ്രമിപ്പാൻ സ്വർഗീയ പറുദീസയിലേക്കാണ് കടന്നു പോകുന്നത്. ദുഷ്ടന്മാരുടെ ആത്മാക്കളാകട്ടെ പാതാളത്തിൽ യാതനാ സ്ഥലത്തേക്ക് തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. വെള്ളസിംഹാസനത്തിങ്കലെ അന്ത്യന്യായവിധി ദിവസം വരെ അവരുടെ ആത്മാക്കൾ അവിടെ യാതന അനുഭവിച്ചുകൊണ്ട് കിടക്കും. അന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരികയും നിത്യശിക്ഷാവിധി പ്രാപിച്ച് അഗ്നിനരകത്തിലേക്ക് പോകുകയും ചെയ്യും. വെളിപ്പാട് 20:11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗീയ പറുദീസയിൽ വിശ്രമിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കളാകട്ടെ കർത്താവിന്റെ വരവിലെ ഗംഭീരനാദത്തിങ്കൽ തങ്ങളുടെ ശവകുടീരങ്ങളിലേക്ക് മടങ്ങിവന്ന് മഹത്വ ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും.